യുവനടനും മുൻ ബിഗ് ബോസ് താരവുമായ ഗബ്രി ജോസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അപകടത്തെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു താരം. ഒരു ഇടവേളയ്ക്ക് ശേഷം അപകടത്തെക്കുറിച്ചും പുതിയ വിശേഷങ്ങളും യൂട്യൂബ് ചാനൽ വീഡിയോയോട് ഗബ്രി പങ്കിട്ടത് ശ്രദ്ധ നേടുകയാണ്. അപകടത്തിന് ശേഷം താൻ പുതിയൊരു മനുഷ്യനായി മാറിയെന്നാണ് ഗബ്രി പറയുന്നത്. ഞാൻ സുഖം പ്രാപിച്ചു വരുന്നു. കുറേ നാളായി വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് ഭ്രാന്ത് പിടിച്ചു. ജനുവരി 26-നാണ് എനിക്ക് അപകടം സംഭവിച്ചത്. സംഭവബഹുലമായ 30 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതും അതിനുശേഷമുള്ള ആശുപത്രിവാസത്തെക്കുറിച്ചും അനുഭവിച്ച വേദനകളെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും 2 കൈയും പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല. 12 മണിക്ക് എഴുന്നേൽക്കും. ഫുഡ് കഴിക്കും. ശേഷം 4 സിനിമകളെങ്കിലും കാണും. പിന്നെ രാത്രി 12 മണിയോടെ ഉറങ്ങും. ഇതാണ് എൻ്റെ കുറച്ച് നാളത്തെ ഡെയിലി റൊട്ടീൻ. ഹെൽത്തി ഫുഡ് കഴിച്ചും വർക്കൗട്ട് ചെയ്തും സെറ്റായി വരികയായിരിക്കുന്നു ഞാൻ. ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മുടി മുറിച്ച് അതിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ്. ആശുപത്രിയിൽ വെച്ചാണ് മുറിച്ചത്. ടേക്ക് കെയർ ചെയ്യാൻ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. പഴയ ഗബ്രി ഇനി കാണാൻ നിങ്ങൾക്കാവില്ല. കാരണം പഴയ ഗബ്രിയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും പുതിയ ഗബ്രിയിൽ ഉണ്ടാകില്ല. കാഴ്ചപ്പാടുകളും ചിന്തകളും മാറി. അപകടം പറ്റുന്നുമുള്ള എൻ്റെ പേഴ്സണാലിറ്റിയും ഇപ്പോഴത്തെ പേഴ്സണാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മുമ്പ് ഞാൻ അഹങ്കാരിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ദൈവത്തോട് അടുത്തു. പ്രാർത്ഥനകൾ കൂടി. എനിക്കുള്ള സൗഭാഗ്യങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങി. അപകടം സംഭവിച്ച ആദ്യ നാളുകളിൽ സംസാരിക്കാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. അത്രത്തോളം വേദനയായിരുന്നു. എനിക്ക് ആക്സിഡന്റ് ആയെന്നറിഞ്ഞപ്പോൾ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ആ സമയത്ത് എനിക്ക് ബോധമുണ്ടായിരുന്നില്ലെന്നും ഗബ്രി പറയുന്നു. അപകടം പറ്റി ചികിത്സയിലായിരുന്ന സമയത്ത് ഗബ്രിയുടെ പിറന്നാൾ. ഇത്തവണയും ഒരു കുറവും വരാതെ ജാസ്മിൻ അത് ആഘോഷമാക്കുകയും ചെയ്തു. തനിക്കൊരു വാച്ചും പെർഫ്യൂംസും ഒക്കെ ജാസ്മിൻ സമ്മാനിച്ചതാണെന്നും ഗബ്രി പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇരുവർക്കിടയിൽ വഴക്ക് ഭംഗിയായി നടക്കാറുണ്ടെന്നും ഗബ്രി പറഞ്ഞു. ജാസ്മിനുമായി ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പഴയ വ്ളോഗുകൾ ഡിലീറ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റി കാരണമാണ്. ശേഷം എല്ലാ വീഡിയോകളും പബ്ലിക് ആക്കിയപ്പോൾ പ്രൈവറ്റായി വെച്ചിരുന്ന വീഡിയോകളും അതിനോടൊപ്പം പബ്ലിക്കായി. അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ജാസ്മിനുമുള്ള പ്രശ്നം ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന സഹജമായ വഴക്കാണ്. ബിഗ് ബോസിലായിരുന്നപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളേ. ചട്ടിയും കടവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും. ജാസ്മിൻ്റേത് എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ്. ഒരു മനുഷ്യനെ ചൊറിയുന്നതിനും ഭ്രാന്ത് പിടിപ്പിക്കലും ഒരു പരിധിയില്ലേ?